ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയും വിശേഷതയേറിയ ഒരു പുതിയ നിയമ പുസ്തക പഠനം, റോമർക്കെതിരെ ലേഖനം, അതിൽ നിന്നുള്ള 8ാമത്തെ പാഠത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 8ാമത്തെ അവതരണം റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഉത്സാഹം നമ്മുടെ ചിന്താവിഷയമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ആവോളം, എന്നാൽ കഴിയുന്നിടത്തോളം ആത്മാർത്ഥതയോടെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്, പൗലോസിൻ്റെ ആ ജീവിതാനുഭവം. എന്തുകൊണ്ടാണ് പൗലോസ് ഇത്രമാത്രം തീഷ്ണതയോടെ, എരിവോടെ റോമിൽ ചെന്ന് സുവിശേഷം അറിയിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം? റോമിലുള്ള ജനങ്ങളെ കാണാൻ താൻ ഇത്രമാത്രം വാഞ്ചിക്കുന്നതിൻ്റെ കാരണമെന്ത്? 5 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്, അവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. ലോകത്തിൽ അനേകങ്ങൾ വിശ്വാസമെന്ന് പറഞ്ഞ് നടക്കാറുണ്ടെങ്കിലും കർത്താവ് യേശു പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാകുമോ എന്ന് ദൈവം പോലും ആകാംക്ഷയോടുകൂടി ചോദിക്കുകയുണ്ടായി. അങ്ങനെയൊരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ റോമിലുള്ള വിശ്വാസികൾ, അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മറ്റ് സഹവിശ്വാസികൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി കരയറ്റുക ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. 2ാമത്തെ കാരണം പൗലോസ് പറഞ്ഞത്, താൻ അവരുടെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അവരെ ബലപ്പെടുത്തണം. അവർക്ക് വചനത്തിൽ ബലം പ്രാപിക്കണം. സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത് അവരെ ഉറപ്പിക്കണം. ഇപ്പോൾ കോട്ട കെട്ടി ബലപ്പെടുത്തുന്നത് പോലെ അവരെ ഉറപ്പിക്കണം. കാരണം അവർ ജീവിക്കുന്ന പശ്ചാത്തലം അങ്ങനെയാണ്. അവിടെ ചുറ്റുമുള്ള ദുരുപദേശങ്ങൾ പലതാണ്. അതിൻ്റെ നടുവിലെ ദൈവമക്കൾ ഉപദേശത്തിൽ, പത്യോപദേശത്തിൽ ബലപ്പെടണം. അതുകൊണ്ട് പൗലോസ് അവിടെ പോകാൻ ആഗ്രഹിച്ചു. താനൊരു അപ്പോസ്തലനാണ്. അപ്പോസ്തല നിലയിൽ തനിക്ക് പ്രത്യേകമായുള്ള അധികാരങ്ങളും കഴിവുകളും വരങ്ങൾ നൽകുവാനുള്ള പ്രാപ്തിയുമുണ്ട്. അതവിടെ ഉപയോഗിക്കണം. 3ാമതായി പൗലോസ് പോകാൻ ആഗ്രഹിച്ച കാരണം, അവരുമായുള്ളൊരു കൂട്ടായ്മ തനിക്കും ആവശ്യമാണ്. യഥാർത്ഥ ദൈവമക്കളുമായി ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് അധികമായ ബലമുണ്ടാകും, വിശ്വാസത്തിന് ബലം കിട്ടും. പൗലോസ് പറഞ്ഞതുപോലെ, എൻ്റെ മനമൊന്ന് തണുക്കും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും, ഞാൻ അവിടെ വരുന്നതുകൊണ്ട് എനിക്കും ആശ്വാസമാണ്, എനിക്ക് അനുഗ്രഹമാണ്. താൻ എല്ലാവർക്കും കൊടുക്കുക മാത്രമല്ല, തനിക്കും ആവശ്യമാണ്, തനിക്കും ആശ്വാസം വേണം, പ്രോത്സാഹനം വേണം. 4ാമതായി പൗലോസ് പറഞ്ഞു 13ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചെങ്കിലും ഇതുവരെ മുടക്കം വന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഫലമുണ്ടാകണം. അവരെ കുറിച്ച് പൗലോസ് ആഗ്രഹിക്കും, നിങ്ങളിൽ ഫലമുണ്ടാകണം. അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ അവിടെ വന്നു, അപ്പോസ്തലനായ ഞാൻ അവിടെ കടന്നു വന്നു, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയാലുള്ള കർത്താവ് യേശുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് എനിക്ക് മറ്റുള്ളവരോട് അറിയിക്കുവാനും, അങ്ങനെ ആരെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷ്യയിലേക്ക് കടന്നു വരുവാൻ ഇടവരുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമാകും. അതുകൊണ്ട് എനിക്കവിടെ വന്ന് സുവിശേഷം അറിയിക്കണം. ആ ദേശത്ത് ഇത്രമാത്രം അധാർമികതകളും അഴിമതികളും നിറഞ്ഞു കിടക്കുന്ന ദേശത്ത് സുവിശേഷം അറിയിച്ച് ചില ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടണം. അതാണ് ഉദ്ദേശിക്കുന്ന ഫലം. ദൈവമക്കളെ നിലയിൽ അവരെ ആത്മീയമായി വളർത്തുക എന്ന ഫലമുണ്ട്, ആത്മഫലങ്ങൾ. അതോടൊപ്പം തന്നെ പ്രധാനമായും പൗലോസ് ഒരു സുവിശേഷകനാണ്. അപ്പോൾ ആത്മാക്കൾ ദൈവത്തിൻ്റെ നേടണം. അവസാനമായി പൗലോസോടെ പോകാൻ ആഗ്രഹിക്കുന്ന കാരണം 14ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. പൗലോസിൻ്റെ ജീവിത ഉദ്ദേശം തന്നെ ഇതാണ്. തനിക്കൊരു കടമുണ്ട്, താൻ കടക്കാരനാണ്. ഇതുകൊണ്ടാണ് താൻ അവിടേക്ക് പോകാനും ആഗ്രഹിക്കുന്നത്. സാധാരണ ലോകത്തിൽ മനുഷ്യർ പലതരത്തിൽ ജനങ്ങളെ വിഭാഗിക്കാറുണ്ട്. ഇവിടെയും പൗലോസ് അവിടെ പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കടപ്പെട്ടിരിക്കുന്നു. സകല മനുഷ്യരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സാധാരണ സമൂഹങ്ങൾ പലതരത്തിൽ അവരവരുടെ ദേശത്തുള്ള ജനങ്ങളെ വിഭാഗിക്കാറുണ്ട്. നമ്മളും അവരും എന്നതുപോലെ യഹൂദന്മാർ സാധാരണ പറയുന്നത് യഹൂദന്മാരും പുറജാതികളും. റോമൻ സമൂഹം പറയുന്നത് റോമൻ ജനതയും അവിശ്വാസികളും അല്ലെങ്കിൽ അന്ധവിശ്വാസികൾ. യവനന്മാർ പറയുന്നത് യവനന്മാരും ബർബരന്മാരും.
നമ്മളും മറ്റുള്ളവരും എന്ന പ്രയോഗം പലതരത്തിലാണ് ലോകത്തിൽ പല സമൂഹങ്ങളിൽ പരാമർശിക്കപ്പെടാറുള്ളത്. ഇവിടെ പൗലോസ് പറഞ്ഞു യവനന്മാർക്കും ബർബരന്മാർക്കും. യവനന്മാരുടെ കാഴ്ചപ്പാടിൽ ബാക്കിയുള്ളവരെല്ലാം ബർബരന്മാരാണ്. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ബാക്കിയുള്ളതെല്ലാം പുറജാതികളാണ് അവരെ കൂടാതെ. റോമക്കാരുടെ കാഴ്ചപ്പാടുകളിലും റോമിലുള്ള ജനങ്ങളെ കൂടാതെ ബാക്കിയുള്ളവരെല്ലാം അന്യമത വിശ്വാസികളാണ്, ഹീതൻസാണ്. ഇവിടെ പൗലോസ് ഞാൻ എല്ലാവർക്കും കടപ്പെട്ടിരിക്കുകയാണ്. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ യവനന്മാർ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധരാണ്. അവിടെ സംസ്കാരം, അവിടെ ഉത്കൃഷ്ടത, അവിടെ സൂക്ഷ്മ വിവേകം, ഇക്കാര്യത്തിൽ യവനന്മാർ ലോകത്തിൽ പ്രസിദ്ധരാണ്. തത്വചിന്തകളുടെ നാടാണ്. പല വിഷയങ്ങളെക്കുറിച്ചും ലോകപ്രകാരമുള്ള അറിവുള്ളവരാണ് എന്ന് ലോകം അംഗീകരിച്ച ജനമാണ്. പക്ഷേ ബർബരന്മാർ നേരെ വിപരീതമാണ്. അവരെ സംബന്ധിച്ച് സംസ്കാര ശൂന്യരാണ്, യാതൊരു തരത്തിലുള്ള വിവേകമില്ലാത്തവരാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരു തരം ജനം. അങ്ങനെയുള്ളവരെയാണ് ബർബരന്മാർ എന്ന് പരാമർശിക്കുന്നത്. പക്ഷേ പൗലോസ് ഞാൻ എല്ലാവർക്കും കടപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമല്ല, ജ്ഞാനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കണം. എല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും സുവിശേഷം ആവശ്യമാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിജ്ഞാനം ആവശ്യമാണ്. എനിക്കൊരു കടമുണ്ട്. ഞാൻ കടക്കാരനാണ്. ഞാൻ മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു. ആ കടം എനിക്ക് വീട്ടിയേ പറ്റൂ. നാം എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നാം കടക്കാരായി മാറും. എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അതൊരു കടമയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്, അതൊരു കടമാണ്. എങ്ങനെയാണ് പൗലോസ് കടക്കാരനായത്? ഏതർത്ഥത്തിലാണ് കടക്കാരനായത്? ഇപ്പോൾ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അല്പം ധനം കടമായി തന്നു. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് അല്പം ധനം കടമായി തന്നുവെങ്കിൽ ഒരു സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് കടക്കാരനെന്ന് പറയുന്നത് ദൈവം പൗലോസിന് ഏൽപ്പിച്ച സുവിശേഷമെന്ന നിക്ഷേപം, ദൈവം പൗലോസിന് പകർന്നു കൊടുത്ത ദൈവിക പരിജ്ഞാനം, അത് ലോകത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എയിൽ നിന്ന് ലഭിച്ചു ബിക്ക് എന്തിന്? സിക്ക് കൊടുക്കാൻ. ആ അർത്ഥത്തിലാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് ലഭിച്ചത് എനിക്ക് മാത്രം കെട്ടിപ്പൂട്ടി വയ്ക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. ഒഴുകുന്ന വെള്ളം പോലെ ഇത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് വെള്ളം വിശുദ്ധമാകുന്നത്, നിർമ്മലമാകുന്നത്, ശുദ്ധിയാകുന്നത്. കാരണം പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ തനിക്ക് നന്നായിട്ടറിയാം തൻ്റെ ജീവിതത്തിൽ അനേകരോട് കടപ്പെട്ടിരിക്കുന്നു. താൻ ഇന്നായിരിക്കുന്ന നിലയിൽ എത്തിച്ചേരാൻ അനേകരോട് കടപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സഹതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അനേകങ്ങൾ ആത്മീയ ഗോളത്തിൽ ആത്മീയ പരിജ്ഞാനമെല്ലാം പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തിയവരും പരിശീലിപ്പിച്ചവരും പ്രാർത്ഥിച്ചവരുമായവരെല്ലാം അവർ മറന്നുകളയും, ചിലപ്പോൾ നിന്ദിക്കുക വരെ ചെയ്യും. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് പുറകോട്ട് തിരിഞ്ഞു നോക്കുക പൗലോസിനറിയാം താൻ പലതരത്തിലും പല വിധത്തിലും പലരോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവിക പരിജ്ഞാനത്താൽ, ദൈവിക പരിപാലനത്താൽ താൻ ജനിച്ച് വളർന്നത് ഒരു യഹൂദ പശ്ചാത്തലത്തിലാണ്. യഹൂദ പാരമ്പര്യം തനിക്കുണ്ട്, യവന വിദ്യാഭ്യാസമുണ്ട്, റോമൻ പൗരത്വമുണ്ട്. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ താൻ ആയിരിക്കുന്നത് പോലെ താൻ ആയിത്തീരാൻ സംഭാവന ലഭിച്ചതാണ്. ഇതിലൂടെ എല്ലാമാണ് താനായത്. ഇതിലെല്ലാം ഉപരിയായി തൻ്റെ കർത്താവിനോടുള്ള തൻ്റെ കടപ്പാട്. താൻ എവിടെയായിരുന്നു, ഏതവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത്, അതിന് കാരണക്കാരനായ കർത്താവ് യേശു ക്രിസ്തു. ആ കടം വീട്ടിയാൽ തീരില്ല. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. തൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പൗലോസ് തിരിച്ചറിയാൻ ബലഹീനനാണ്, ഗുണമില്ലാത്തവനാണ്, നീതികെട്ടവനാണ്, അഭക്തനാണ്, ശത്രുവാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് തനിക്ക് രക്ഷ പ്രാപിക്കാൻ ഇടവന്ന ദൈവകൃപയാൽ താൻ അതുകൊണ്ട് ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു തന്നെ ദൈവം രക്ഷിക്കുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എൻ്റെ കയ്യിൽ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു, സുവിശേഷം. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കാനുള്ള വലിയ കൃപ, വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പൗലോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പിന്നീട് നമ്മൾ കാണും. അവിടെ വ്യക്തമായി പറയും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല,
വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി. ഈ വലിയ ശക്തിയാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചത്. ഇത് എൻ്റേതല്ല, ദൈവത്തിൻ്റെ സുവിശേഷമാണ്. വാഗ്ദാനപ്രകാരം പ്രവാചകന്മാരുടെ മുന്നറിയിച്ച യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗം. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിന് യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാനത് കെട്ടിപ്പൊട്ടി വയ്ക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരോട് പറയാനാണ്, മറ്റുള്ളവരെ അറിയിക്കാനാണ്. നമ്മൾ കഴിയുന്ന വിധത്തിൽ ലഭിക്കുന്ന സാഹചര്യം അനുസരിച്ച് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ലഭിച്ചതെല്ലാം നഷ്ടപ്പെടും. ഇത് അനേകർക്ക് ലഭിക്കുന്ന അറിവ്, പഠിക്കുന്ന അറിവുകൾ നഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇത് പങ്കുവയ്ക്കുന്നില്ല. പങ്കുവയ്ക്കാനത് നഷ്ടപ്പെടും. ഏതെങ്കിലും വിധത്തിൽ പങ്കുവയ്ക്കണം. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ നല്ല വാർത്ത, നല്ല സുവിശേഷം ഇത് കർത്താവ് യേശു പൗലോസിന് നൽകി. തന്നെ ക്രിസ്തുവിലേക്ക് ആനയിച്ചു, തനിക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്തിന്? മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാൻ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ എന്നാണ് പറയുന്നത് എഫെസ് ലേഖനം 3. നിങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് എന്തെങ്കിലും ലഭിച്ചത്. അപ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ പൗലോസ് ആ വലിയ കടം തിരിച്ചറിയുകയാണ്. തൻ്റെ ജീവിത ലക്ഷ്യം അതായിട്ട് മാറി. താൻ എന്തിന് ജീവിക്കുന്നു എന്നുള്ളത് ഇത് വ്യക്തമായി നിർവചിച്ച്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ദൈവം തന്നത് കൊടുക്കാൻ വേണ്ടി. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രശംസിക്കാൻ, വീരവാദം പറയാൻ ഒന്നുമില്ല ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ. കാരണം അത് എന്നെ ഏൽപ്പിച്ചിരിക്കാൻ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതാണത്. ഇപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി മറ്റുള്ളവരോടുള്ള തൻ്റെ ഈ ബാധ്യത, ഈ കടം താൻ തിരിച്ചറിഞ്ഞ് എല്ലായിടത്തുമുള്ള എല്ലാവരോടും. അവിടെ സാമൂഹ്യ അവസ്ഥകൾ വ്യത്യസ്തമാകാം, സാമ്പത്തിക നില വ്യത്യസ്തമാകാം, വിദ്യാഭ്യാസപരമായി കഴിവുള്ളവരും അറിവില്ലാത്തവരുമുണ്ടാകാം, അവിടെ സാമൂഹ്യ പശ്ചാത്തലം പലതാകാം, പ്രായം പലതാകാം, ലിംഗവ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പൗലോസിൻ്റെ ജീവിതം പരിശോധിക്കുന്ന രാജാക്കന്മാരോടും ദേശാധിപതികളോടും ഗവർണർമാരോടും ന്യായാധിപ സംഘത്തോടും എല്ലാം താൻ സുവിശേഷം അറിയിച്ചു. അതേസമയം തീരെ ദാരിദ്ര്യത്തിലായിരിക്കുന്ന എളിയവരായ മനുഷ്യരോടും പ്രസംഗിച്ചു. റോമർ 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പ്രയോഗം ഇങ്ങനെയാണ്: തമ്മിൽ ഐക്യമത്തുള്ളവരെ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളി. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. എളിയവരായ, തീരെ തരം താഴ്ത്തപ്പെട്ട, സമൂഹത്തെ ഭ്രഷ്ടുകൽപ്പിക്കപ്പെട്ട അവരോടും പൗലോസ് സുവിശേഷം അറിയിച്ചു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-31 വരെ നിങ്ങളിൽ കുലീനർ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ജ്ഞാനികൾ ഏറെയില്ല, ഏതുമില്ലാത്തവരാണ് നമ്മൾ, സമൂഹം മാനിക്കാത്തവരാണ്. അവിടെ അടുക്കലും സുവിശേഷം അറിയിച്ചു. ഇപ്പോൾ പൗലോസ് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ആവുകയാണ്. 1 കൊരിന്ത്യർ 9:22 തൻ്റെ ജീവിത ലക്ഷ്യം അതാണ്. താൻ എന്തിനു വേണ്ടി ജീവിക്കുമെന്ന് ചോദിച്ചാൽ പൗലോസ് കൃത്യമായി പറയും, ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. 1 കൊരിന്ത്യർ 9:22 പൗലോസ് വ്യക്തമായി പറഞ്ഞു, ന്യായപ്രമാണം ഇല്ലാത്തവനെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് വേണ്ടി ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടത് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലർ രക്ഷിക്കേണ്ടത് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി. എല്ലാവർക്കും വേണ്ടി ഇതാണ് പലപ്പോഴും പൗലോസ് പല തീരുമാനങ്ങൾ എടുക്കാൻ കാരണം ഈ ഒരു ഉദ്ദേശമാണ്, ആത്മാക്കളെ നേടുക. അവരുടെ മുട്ടയടിക്കാൻ വന്നപ്പോൾ കൂടെയുള്ളവരെ മുട്ടയടിച്ച് നേർച്ചകൾ നേടാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും അവിടേക്ക് കയറിച്ചല്ലേ, കാരണം അവരെ നേടണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് നമ്മുടെ കടം ബോധ്യമുണ്ടോ? നമ്മൾ കടക്കാരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ചില രാജ്യങ്ങൾ ലോകബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പോലെ ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? ദൈവത്തെ നമ്മൾ വാങ്ങിക്കൂട്ടിയതിനെല്ലാം തിരിച്ചു കൊടുക്കേണ്ടത് അത് കടമല്ലേ? എന്നാൽ പൗലോസ് വ്യക്തമായി മനസ്സിലാക്കി, മറ്റുള്ളവരുടെ ദൈവിക പരിജ്ഞാനം പകർന്നു കൊടുക്കുന്ന വലിയ കടം എനിക്കുണ്ട്. അതൊരു കടമാണ്. പക്ഷേ നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് സൗകര്യമുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന രീതിയിലാണ്. പക്ഷേ പൗലോസ് ഇതൊരു കടമാണ്. അപ്പോൾ നാം വ്യക്തമായി തിരിച്ചറിയണം, നാമും നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യരോട് നാമും കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ അത്രമാത്രം നമുക്ക് ലഭിച്ചിരിക്കുന്നു, അധികം ലഭിച്ചിരിക്കുകയാണ്. അധികം നമ്മോട് ചോദിക്കും. നമ്മളെ പഠിപ്പിച്ചവർ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നമ്മളെ സഹിച്ചവർ, നമ്മളെ നയിച്ചവർ, നടത്തിയവർ, ഉപദേശിച്ചവർ. നാം ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അനേകരുടെ സംഭാവന കൊണ്ടാണ്. സംഭാവന സാമ്പത്തികമല്ല, ആത്മീകമായി.
അനേകരുടെ അധ്വാനം കൊണ്ടാണ് നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. എല്ലാം ഉപരിയായി നിത്യമായി നാം കടപ്പെട്ടിരിക്കുന്നു കർത്താവിനോട്. എഫേസ് ലേഖനം 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് കർത്താവ് യേശുവിൻ്റെ സ്നേഹത്തെ അറിയിച്ചത്. പൗലോസ് ഇപ്രകാരം പറയും: ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹിച്ച് നടപ്പിൻ. ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ തന്നു. എന്തുമാത്രം കടപ്പെട്ടിരിക്കുകയാണ് കർത്താവ് യേശുവിനോട്. അപ്പോൾ നമ്മളെ ഈ വലിയ ഉത്തരവാദിത്തം പരമേൽപ്പിച്ച ദൈവം, സുവിശേഷം നമ്മളെ ഏൽപ്പിച്ച ദൈവം, ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ശിഷ്യന്മാരോട് മാത്രമല്ല, നമ്മളോട്. മത്തായി 28:18-20 വരെ, മർക്കോസ് 16:15-16 അന്ത്യാജ്ഞാപനം. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ. നമ്മുടെ അയൽവക്കത്തുള്ളൊരു മനുഷ്യൻ പട്ടിണി കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആഹാരമുണ്ട്. തീർച്ചയായും നമ്മൾ അവരുമായിട്ട് ആഹാരം പങ്കുവയ്ക്കും. ഒരു മാരകമായ രോഗം നമ്മുടെ ചുറ്റും പലർക്കുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ കയ്യിലുള്ള അതിൻ്റെ പരിഹാര മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള ഔഷധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ആ ഔഷധം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യർ, ആത്മാക്കൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളായി നാം സത്യസുവിശേഷം അനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് പാപപരിഹാരം പ്രാപിച്ച് നാശത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നു. രക്ഷയുടെ ഔഷധം നമുക്കറിയാം, രക്ഷാമാർഗം നമുക്കറിയാം, സുവിശേഷ സത്യം നമുക്കറിയാം, ആ സദ്വാർത്ത നമുക്കറിയാം. പക്ഷെ ഇതറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾ നശിക്കുന്നു. നാം മിണ്ടാതിരുന്ന അതൊരു വലിയ പാപമാണ്. നമുക്ക് അവസരം കിട്ടി സത്യം പഠിക്കാൻ, സത്യമറിയാൻ, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ. കർത്താവിൻ്റെ സഭയിലൂടെ ആ ദൈവജ്ഞാനം ലഭിച്ചു. ഇന്ന് അനേകങ്ങൾ സത്യമറിയാതെ, ദൈവജ്ഞാനമറിയാതെ, ദുരുപദേശത്തിൽ, അന്ധവിശ്വാസത്തിൽ കുടുങ്ങി കിടക്കുമ്പോൾ അവരോട് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു. അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഒരു ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ കിട്ടാത്തവരോട് അത് പറഞ്ഞു കൊടുക്കാൻ. കടം എന്നാണെങ്കിലും വീട്ടണം. വാങ്ങിച്ച കടം വീട്ടിയേ പറ്റൂ. കടം വീട്ടാതിരിക്കുന്നത് നല്ല ഗുണമല്ല. നമ്മൾ കടം വീട്ടാത്തതിൻ്റെ പേരിൽ ആരും നമ്മളെ അഭിനന്ദിക്കില്ല. കടം വീട്ടണ്ട എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കടം വീട്ടണം. നമുക്കാരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആത്മീയമായി ചിന്തിക്കുക. അതിനെ കൊടുത്തില്ലെങ്കിൽ നാം സത്യസന്ധരല്ല. നാം സത്യസന്ധരല്ല. സത്യസന്ധരായവർ ആ വാങ്ങിയ കടം തിരിച്ചു കൊടുക്കും. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളോട്, നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളോട് നമുക്കൊരു കടമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ച സുവിശേഷം എന്ന സത്യവചനം, രക്ഷാമാർഗം നമ്മുടെ കയ്യിൽ ദൈവം തന്നു. ഈ നശിച്ചു കിടക്കുന്നവർക്ക്, നശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് പകർന്നു കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരു കടമാണ്. നാം നമ്മുടെ കടം വീട്ടാനായിട്ട് വാസ്തവത്തിൽ ശ്രമിക്കുന്നുണ്ടോ? അതോ കടക്കാരനായിട്ട് തന്നെ മരിക്കുമോ? നമ്മുടെ ചുറ്റും അനേകങ്ങൾ നശിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന ധാരണയിൽ സ്വാർത്ഥതയിൽ നമ്മൾ ജീവിച്ച് നശിക്കുമോ? നമ്മുടെ കടം വീട്ടാൻ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്ക് കൂടുതലായിട്ട് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പം മറക്കരുത് പൗലോസിൻ്റെ ഒരുക്കം. എന്തുകൊണ്ട് തന്നെ ഒരുങ്ങുന്നു? കാരണം താൻ കടക്കാരനാണ്. താൻ എവിടെ നിന്നാണ്, ഏതവസ്ഥയിൽ നിന്നാണ് ഇന്ന് രക്ഷയുടെ അനുഭവത്തിലെത്തിയത്? അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് യേശു ക്രിസ്തു, സ്വയം യാഗമായി തീർന്ന ക്രിസ്തു, എന്നെ സ്നേഹിച്ച കർത്താവ്, ഞാൻ എത്രത്തോളം കർത്താവിന് കടപ്പെട്ടിരിക്കുന്നു. നമ്മളെങ്ങനെ വീട്ടും? കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തൊരടുക്കിലേക്ക് കർത്താവിനെ കൊടുക്കുക. ഒരു സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കടമ കർത്താവിനെക്കുറിച്ച് പറയുക. ദൈവം നിങ്ങൾക്ക് ബലം തരട്ടെ, അവസരങ്ങൾ തരട്ടെ. ദൈവം തുറക്കുന്ന അവസരങ്ങൾ കാണാൻ കൃപ തരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും.